ഹായ് ഫ്രണ്ട്സ്, ഡീസ് എഡ്യൂക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് HSAയുടെ സിലബസുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബുദ്ധമതമാണ്. അപ്പോൾ ഇത്തരത്തിൽ വീഡിയോസ് നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ എന്ന് പ്രസ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ബുദ്ധമത ചരിത്രം ആരംഭിക്കുന്നത് കിമു 6-ാം നൂറ്റാണ്ടിൽ ശ്രീബുദ്ധൻ്റെ ജനനത്തിന് ശേഷമാണ്. ഇന്ന് നിലവിലുള്ളതിൽ ഏറ്റവും പ്രാചീനമായ മതവിശ്വാസങ്ങളിൽ ഒന്നാണിത്. ഇന്ത്യയിൽ ബുദ്ധമതം പിന്നീട് നിരവധി രാജ്യങ്ങളിലേക്കും സംസ്കാരങ്ങളിലേക്കും പടർന്നു പന്തലിക്കുകയുണ്ടായി. ശ്രീബുദ്ധൻ BC 563 കപിലവസ്തുവിലെ ലുംബിനിയിലാണ് ബുദ്ധമത സ്ഥാപകനായ സിദ്ധാർത്ഥ ഗൗതമ ബുദ്ധൻ ജനിച്ചത്. അപ്പോൾ എപ്പോഴാണ്? BC 563 കപിലവസ്തുവിലെ ലുംബിനിയിലാണ് ബുദ്ധമത സ്ഥാപകനായ സിദ്ധാർത്ഥ ഗൗതമ ബുദ്ധൻ ജനിച്ചത്. നേപ്പാളിലാണ് ലുംബിനി സ്ഥിതി ചെയ്യുന്നത്. ഇനി ബുദ്ധമത സ്ഥാപകൻ ശ്രീബുദ്ധൻ. ബുദ്ധമത സ്ഥാപകൻ ആരാണ്? ശ്രീബുദ്ധൻ. ശ്രീബുദ്ധന്റെ ആദ്യ നാമം സിദ്ധാർത്ഥൻ. ബുദ്ധന്റെ ആദ്യ നാമം സിദ്ധാർത്ഥൻ. പിതാവിന്റെ പേര് ശുദ്ധോധന രാജാവ്, മാതാവ് മഹാമായ. പിതാവിന്റെ പേര് ശുദ്ധോധന രാജാവ്, മാതാവിന്റെ പേര് മഹാമായ. ബുദ്ധനെ പ്രസവിച്ച ശേഷം 7 ദിവസം കഴിഞ്ഞപ്പോൾ മാതാവ് മരിച്ചുപോയി. തുടർന്ന് ബുദ്ധനെ വളർത്തിയതാണ് പ്രജാപതി ഗൗതമി. അപ്പോൾ ബുദ്ധന്റെ വളർത്തമ്മയുടെ പേര് പ്രജാപതി ഗൗതമി. ഭാര്യ യശോധര. ഭാര്യയുടെ പേര് യശോധര. മകൻ രാഹുലൻ. ശിഷ്യൻ ആനന്ദൻ. ആദ്യകാല ഗുരു അലാര കലാമ. അലാര കലാമയാണ് ബുദ്ധന്റെ ആദ്യകാല ഗുരു. രണ്ടാമത്തെ ഗുരു ഉദ്ര കരാമപുത്ര. ഉദ്ര കരാമപുത്രയാണ് രണ്ടാമത്തെ ഗുരു. കുതിര. ബുദ്ധന്റെ കുതിരയുടെ പേര് കാന്തക. കാന്തകയാണ് കുതിരയുടെ പേര്. തേരാളി ചന്ന. തേരാളിയുടെ പേര് ചന്ന. ഇനി 29ാമത്തെ വയസ്സിൽ കൊട്ടാരം ഉപേക്ഷിച്ച് ബുദ്ധൻ യാത്രയായി. ഇതാണ് മഹാപരിത്യാഗം അല്ലെങ്കിൽ മഹാനിഷ്ക്രമണം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ്? 29ാമത്തെ വയസ്സിൽ കൊട്ടാരം ഉപേക്ഷിച്ച് ബുദ്ധൻ യാത്രയായി. ഇതാണ് മഹാപരിത്യാഗം അല്ലെങ്കിൽ മഹാനിഷ്ക്രമണം എന്ന് അറിയപ്പെടുന്നത്. 6 വർഷങ്ങൾക്ക് ശേഷം നിരഞ്ജന നദിക്കരയിലെ ബോധ് ഗയയിൽ വച്ച് ബോധോദയം ഉണ്ടായി. ബീഹാറിലാണ് ബോധ് ഗയ. അപ്പോൾ എന്താണ്? 6 വർഷങ്ങൾക്ക് ശേഷം നിരഞ്ജന നദിക്കരയിലെ ബോധ് ഗയയിൽ വച്ച് അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടായി. 35ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന് ബോധോദയം ലഭിച്ചത്. 35ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന് ബോധോദയം ലഭിച്ചത്. ഇനി ബുദ്ധമതത്തിലെ പുണ്യനദി എന്നറിയപ്പെടുന്നത് നിരഞ്ജനയാണ്. ബുദ്ധമതത്തിലെ പുണ്യനദി എന്നറിയപ്പെടുന്നത് നിരഞ്ജനയാണ്. ഇനി സാരാനാഥിനെ കുറിച്ച് ചെറു വിവരണം. ഉത്തർപ്രദേശ് സംസ്ഥാനത്ത് വാരണാസിക്ക് സമീപത്താണ് സാരാനാഥ്. ഗൗതമ ബുദ്ധൻ തന്നെ ധർമ്മപ്രചാരണം ആരംഭിച്ച സ്ഥലം. മഹാനായ അശോക ചക്രവർത്തി സ്ഥാപിച്ച സ്തൂപങ്ങളും അശോക സ്തംഭവും സ്ഥാപിച്ച സ്ഥലമാണ് സാരാനാഥ്. ആദ്യ പ്രഭാഷണം നടത്തിയ സ്ഥലമാണ് സാരാനാഥ്. ഗംഗ ഗോമതി നദികളുടെ സംഗമ സ്ഥലമാണ് സാരാനാഥ്. അപ്പോൾ എന്താണ്? ഉത്തർപ്രദേശിലെ സംസ്ഥാനത്താണ് വാരണാസി, സമീപത്താണ് സാരാനാഥ്. ഗൗതമ ബുദ്ധൻ തന്നെ ധർമ്മപ്രചാരണം ആരംഭിച്ച സ്ഥലമാണ്. അതുപോലെ മഹാനായ അശോക ചക്രവർത്തി സ്ഥാപിച്ച സ്തൂപങ്ങളും അശോക സ്തംഭവുമാണ് സാരാനാഥിലുള്ളത്. പിന്നെ ജ്ഞാനോദയം ലഭിച്ചതിനു ശേഷം ബുദ്ധൻ ആദ്യ പ്രഭാഷണം നടത്തിയ സ്ഥലമാണ് സാരാനാഥ്. ഗംഗ ഗോമതി നദികളുടെ സംഗമ സ്ഥലമാണ് സാരാനാഥ്. ഇനി ബുദ്ധമതം ജന്മം കൊണ്ട സ്ഥലം സാരാനാഥ്. ഋഷിപട്ടണം, മൃഗദേവ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പട്ടണം സാരാനാഥ്. ഋഷിപട്ടണം, മൃഗദേവ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പട്ടണമാണ് സാരാനാഥ്. അജന്ത എല്ലോറ ഗുഹാചിത്രങ്ങളിലെ പ്രതിപാദ്യ വിഷയം ബുദ്ധന്റെ ജീവചരിത്രം ആണ്. അജന്ത എല്ലോറ ഗുഹാചിത്രങ്ങളിലെ പ്രതിപാദ്യ വിഷയം ബുദ്ധന്റെ ജീവചരിത്രം ആണ്. അജന്ത എല്ലോറ ഗുഹകൾ മഹാരാഷ്ട്ര ഔറംഗാബാദിലാണ് സ്ഥിതി ചെയ്യുന്നത്. അജന്ത എല്ലോറ ഗുഹകൾ മഹാരാഷ്ട്ര ഔറംഗാബാദിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ബുദ്ധമതത്തിലെ ഔദ്യോഗിക ഭാഷ പാലി. ബുദ്ധമതത്തിന്റെ ഔദ്യോഗിക ഭാഷ പാലിയാണ്. ബുദ്ധൻ സംസാരിച്ചിരുന്ന ഭാഷ
അർത്ഥമഗതിയാണ്. ബുദ്ധൻ സംസാരിച്ചിരുന്ന ഭാഷ അർത്ഥമഗതിയാണ്. ബുദ്ധൻ ജനിച്ച ദിവസം വൈശാഖ പൗർണമി ദിവസം. ബുദ്ധൻ ജനിച്ച ദിവസം ഏതാണ്? വൈശാഖ പൗർണമി ദിവസം. ആദ്യത്തെ ബുദ്ധ സന്യാസിയാണ് വളർത്തമ്മയായ ഗൗതമി. ആദ്യത്തെ ബുദ്ധ സന്യാസിനിയാണ് വളർത്തമ്മയായ ഗൗതമി. ബുദ്ധൻ 80-ാമത്തെ വയസ്സിൽ, അതായത് ഉത്തർപ്രദേശിലെ കുശി നഗരിയിൽ വച്ച് മഹാനിർവാണം പ്രാപിച്ചു. ബുദ്ധൻ 80-ാമത്തെ വയസ്സിൽ UP-യിലെ, അതായത് ഉത്തർപ്രദേശിലെ കുശി നഗരിയിൽ വച്ച് മഹാനിർവാണം പ്രാപിച്ചു. ബുദ്ധ സന്യാസ മഠങ്ങളാണ് വിഹാരങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ബുദ്ധ സന്യാസ മഠങ്ങളാണ് വിഹാരങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഇനി ശാക്യവംശത്തിൽ പിറന്ന ഇദ്ദേഹം ശാക്യമുനി എന്നും അറിയപ്പെടുന്നു. ശാക്യവംശത്തിൽ പിറന്ന ഇദ്ദേഹം ശാക്യമുനി എന്നും അറിയപ്പെടുന്നു. ബുദ്ധന്റെ കാലത്ത് മഗധ ഭരിച്ചിരുന്ന രാജാവാണ് ബിംബിസാരൻ. ബുദ്ധന്റെ കാലത്ത് മഗധ ഭരിച്ചിരുന്ന രാജാവാണ് ബിംബിസാരൻ. ബുദ്ധന്റെ മരണസമയത്ത് മഗധ ഭരിച്ചിരുന്ന രാജാവാണ് അജാതശത്രു. ബുദ്ധന്റെ മരണസമയത്ത് മഗധ ഭരിച്ചിരുന്ന രാജാവാണ് അജാതശത്രു. ബുദ്ധമതത്തെ ആഗോള മതമാക്കി മാറ്റി ഉയർത്തിക്കൊണ്ടുവന്ന ഭരണാധികാരിയായിരുന്നു അശോകൻ. ബുദ്ധമതത്തെ ആഗോള മതമാക്കി ഉയർത്തിക്കൊണ്ടുവന്ന ഭരണാധികാരിയായിരുന്നു അശോകൻ. ബുദ്ധന്റെ സമകാലികനായിരുന്നു പേർഷ്യൻ തത്വചിന്തകനായ സ്വരാഷ്ട്രർ. ബുദ്ധന്റെ സമകാലികനായിരുന്നു പേർഷ്യൻ തത്വചിന്തകനായ സ്വരാഷ്ട്രർ. ഇനി ബുദ്ധന്റെ സമകാലികരായിരുന്ന ചൈനീസ് തത്വചിന്തകന്മാർ ലാവോസെ, കൺഫ്യൂഷ്യസ്. ബുദ്ധന്റെ സമകാലികരായിരുന്ന ചൈനീസ് തത്വചിന്തകന്മാർ ലാവോസെ, കൺഫ്യൂഷ്യസ്. ബുദ്ധന്റെ ജീവിതവും ബന്ധപ്പെട്ട ചിഹ്നങ്ങളും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബുദ്ധന്റെ ജീവിതവും ബന്ധപ്പെട്ട ചിഹ്നങ്ങളും. ജനനം താമര, മഹാനിഷ്ക്രമണം കുതിര, നിർവാണം ബോധിവൃക്ഷം, ആദ്യ പ്രഭാഷണം ധർമ്മചക്രം, മരണം കാൽപ്പാടുകൾ, പരിനിർവാണം സ്തൂപം. അപ്പോൾ എന്താണ്? ജനനം താമര, മഹാനിഷ്ക്രമണം കുതിര, നിർവാണം ബോധിവൃക്ഷം, ആദ്യ പ്രഭാഷണം ധർമ്മചക്രം, മരണം കാൽപ്പാടുകൾ, പരിനിർവാണം സ്തൂപം. ഇനി ബുദ്ധമത ഗ്രന്ഥം. ബുദ്ധമത ഗ്രന്ഥം ത്രിപീഠിക എന്ന പേരിൽ അറിയപ്പെടുന്നു. 3 ഒന്ന് സുക്തപീഠിക, വിനയപീഠിക, അഭിധർമ്മ പീഠിക. എന്താണ്? സുക്തപീഠിക, വിനയപീഠിക, അഭിധർമ്മ പീഠിക. സൂക്തപീഠിക, ബുദ്ധന്റെ ഉപദേശങ്ങളാണ് സൂക്തപീഠികയിൽ അടങ്ങിയിരിക്കുന്നത്. വിനയപീഠിക, ബുദ്ധ സന്യാസിമാർക്ക് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ആണ് വിനയപീഠികയിൽ അടങ്ങിയിരിക്കുന്നത്. അഭിധർമ്മ പീഠിക, ബുദ്ധമതത്തിന്റെ തത്വചിന്താപരമായ ആശയങ്ങളാണ് അഭിധർമ്മ പീഠികയിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. സുക്തപീഠിക, ബുദ്ധന്റെ ഉപദേശങ്ങളാണ് സുക്തപീഠികയിൽ അടങ്ങിയിരിക്കുന്നത്. വിനയപീഠിക, അതിനകത്ത് അടങ്ങിയിരിക്കുന്നത് ബുദ്ധ സന്യാസിമാർക്ക് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമാണ് വിനയപീഠികയിൽ അടങ്ങിയിരിക്കുന്നത്. അഭിധർമ്മ പീഠിക, ബുദ്ധമതത്തിന്റെ തത്വചിന്തപരമായ വശങ്ങളാണ് അഭിധർമ്മ പീഠികയിൽ അടങ്ങിയിരിക്കുന്നത്. ഇനി ബുദ്ധമത സംഹിതകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥങ്ങളാണ് വിനയപീഠികയും സുക്തപീഠികയും. എന്താണ്? ബുദ്ധമത സംഹിതകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥങ്ങളാണ് വിനയപീഠികയും സുക്തപീഠികയും. വിനയപീഠിക, സുക്തപീഠികയും ക്രോഡീകരിച്ച ബുദ്ധമത സമ്മേളനം ആണ് 1-ാം ബുദ്ധമത സമ്മേളനം. വിനയപീഠിക, സൂക്തപീഠിക ക്രോഡീകരിച്ച ബുദ്ധമത സമ്മേളനം ആണ് 1-ാം ബുദ്ധമത സമ്മേളനം. അഭിധർമ്മ പീഠിക ബുദ്ധമതത്തിലെ ഭാഗമായി ചേർത്ത സമ്മേളനമാണ് 3-ാം ബുദ്ധമത സമ്മേളനം. 3-ാം ബുദ്ധമത സമ്മേളനത്തിൽ വച്ചാണ് അഭിധർമ്മ പീഠിക ബുദ്ധമതത്തിന്റെ ഭാഗമായി ചേർത്തത്. ഇനി വിനയപീഠികയുടെ കർത്താവ്. വിനയപീഠികയുടെ കർത്താവ് ഉപാലി ആണ്. ബുദ്ധധർമ്മങ്ങൾ ക്രോഡീകരിച്ചത് ആനന്ദൻ ആണ്. ബുദ്ധധർമ്മങ്ങൾ ക്രോഡീകരിച്ചത് ആനന്ദൻ ആണ്. ഇനി അഷ്ടാംഗമാർഗം. അഷ്ടാംഗമാർഗം 8 ഒന്നാമത്തത് ശരിയായ വിശ്വാസം, ശരിയായ ലക്ഷ്യം, ശരിയായ ഭാഷണം, ശരിയായ കർമ്മം, ശരിയായ ജീവിത രീതി, ശരിയായ പരിശ്രമം, ശരിയായ ശ്രദ്ധ, ശരിയായ ധ്യാനം. അപ്പോൾ ഒന്നുകൂടെ പറയാം. ശരിയായ വിശ്വാസം, ശരിയായ ലക്ഷ്യം, ശരിയായ ഭാഷണം, ശരിയായ കർമ്മം, ശരിയായ ജീവിത രീതി, ശരിയായ പരിശ്രമം, ശരിയായ ശ്രദ്ധ, ശരിയായ ധ്യാനം. ഇവയൊക്കെയാണ് അഷ്ടാംഗ മാർഗങ്ങൾ. ഇനി ബുദ്ധമതത്തിലെ വിഭാഗങ്ങളെ കുറിച്ച് നോക്കാം. ഒന്നാമത്തത് ഹീനയാനം, 2-മത്തെ മഹായാനം, 3 വജ്രയാനം.
AD 72 കാശ്മീരിൽ വച്ച് നടന്ന 4ാം ബുദ്ധമത സമ്മേളനത്തിൽ വച്ചാണ് ഈ ആദ്യ 2 വിഭാഗങ്ങൾ ഉടലെടുത്തത്. അതായത് ഹീനയാനവും മഹായാനവും AD 72 കാശ്മീരിൽ വെച്ച് നടന്ന 4ാം ബുദ്ധമത സമ്മേളനത്തിൽ വച്ചാണ് ഉടലെടുത്തത്. ഇനി ഹീനയാനം. ബുദ്ധനെ ഗുരുവായി മാത്രം കാണുന്ന വിഭാഗമാണ് ഹീനയാനം. ഹീനയാനം ബുദ്ധന്റെ പ്രതീകങ്ങളെ ആരാധിക്കുന്നു. അഷ്ടാംഗ മാർഗങ്ങൾ അനുഷ്ഠിക്കുക വഴി മോക്ഷം ലഭിക്കും എന്ന് ആശയത്തിൽ വിശ്വസിക്കുന്ന വിഭാഗമാണ് ഹീനയാനം. ശ്രീലങ്കയിൽ തഴച്ചു വളർന്ന ബുദ്ധമത വിഭാഗമാണ് ഹീനയാനം. അപ്പോൾ ഒന്നുകൂടെ പറയാം, ബുദ്ധനെ ഗുരുവായി മാത്രം കാണുന്നു. ഹീനയാനം ബുദ്ധന്റെ പ്രതീകങ്ങളെ ആരാധിക്കുന്നു. മൂന്നാമത്തത് അഷ്ടാംഗ മാർഗങ്ങൾ അനുഷ്ഠിക്കുക വഴി മോക്ഷം ലഭിക്കും എന്ന ആശയത്തിൽ വിശ്വസിക്കുന്ന വിഭാഗമാണ് ഹീനയാനം. ശ്രീലങ്കയിൽ തഴച്ചു വളർന്ന ബുദ്ധ മത വിഭാഗമാണ് ഹീനയാനം. ഇനി മഹായാനം. ബുദ്ധനെ ദൈവമായി ആരാധിച്ചിരുന്ന വിഭാഗമാണ് മഹായാനം. ഇന്ത്യയിൽ തഴച്ചു വളർന്ന ബുദ്ധമത വിഭാഗമാണ് മഹായാനം. ബോധി സത്യത്തിൽ വിശ്വസിക്കുന്ന ബുദ്ധമത വിഭാഗമാണ് മഹായാനം. മഹായാനക്കാരുടെ സ്വർഗമായി അറിയപ്പെടുന്ന സുഖ്യാതിയാണ്. മഹായാന വിശ്വാസിയായ കുശാന ചക്രവർത്തിയാണ് കനിഷ്കൻ. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. മഹായാനം ബുദ്ധനെ ദൈവമായി ആരാധിക്കുന്നു. ഇന്ത്യയിൽ തഴച്ചു വളർന്ന ബുദ്ധ മത വിഭാഗമാണ് മഹായാനം. ബോധി സത്യത്തിൽ വിശ്വസിക്കുന്ന ബുദ്ധ മത വിഭാഗമാണ് മഹായാനം. മഹായാനക്കാരുടെ സ്വർഗമായി അറിയപ്പെടുന്ന സുഖ്യാതിയാണ്. പിന്നെ മഹായാന വിശ്വാസിയായ കുശാന ചക്രവർത്തിയാണ് കനിഷ്കൻ. ഓക്കെ, ഇനി അടുത്തത് വജ്രയാനം. 8ാം നൂറ്റാണ്ടിൽ ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് രൂപം കൊണ്ട ബുദ്ധ മതത്തിന്റെ താന്ത്രിക വിഭാഗമാണ് വജ്രയാനം. ഇത് താന്ത്രിക ബുദ്ധമതം, തന്ത്രയാനം, മന്ത്രയാനം, രഹസ്യമന്ത്ര എന്നിങ്ങനെയുള്ള പേരുകളിലും അറിയപ്പെടുന്നു. ഈ ബുദ്ധ മതം കൂടുതൽ പ്രചാരത്തിലുള്ളത് ടിബറ്റ്, നേപ്പാൾ, മംഗോളിയ പോലുള്ള രാജ്യങ്ങളിൽ ആണ്. അപ്പോൾ എന്താണ് ഒന്നുകൂടെ നോക്കാം. 8ാം നൂറ്റാണ്ടിൽ ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് രൂപം കൊണ്ട ബുദ്ധമതത്തിന്റെ താന്ത്രിക വിഭാഗമാണ് വജ്രയാനം. ഇത് താന്ത്രിക ബുദ്ധമതം, തന്ത്രയാനം, മന്ത്രയാനം, രഹസ്യമന്ത്ര എന്നിങ്ങനെയുള്ള പേരുകളിലും അറിയപ്പെടുന്നു. ഈ ബുദ്ധമതം കൂടുതൽ പ്രചാരത്തിലുള്ളത് ടിബറ്റ്, നേപ്പാൾ, മംഗോളിയ പോലുള്ള രാജ്യങ്ങളിൽ ആണ്. ഇനി വജ്രയാനത്തെ പ്രോത്സാഹിപ്പിച്ച ഇന്ത്യൻ രാജവംശമാണ് പാലന്മാരാണ്. വജ്രയാനത്തെ പ്രോത്സാഹിപ്പിച്ച ഇന്ത്യൻ രാജവംശം പാലന്മാരാണ്. ഇനി സരകൻ എഴുതിയ ബുദ്ധമത ഗ്രന്ഥമായ ദോഹകോശ വജ്രയാന ബുദ്ധമതത്തിന്റെ വിശുദ്ധ ഗ്രന്ഥമാണ്. അപ്പോൾ എന്താണ്? വജ്രയാന ബുദ്ധമതത്തിന്റെ വിശുദ്ധ ഗ്രന്ഥമാണ് ദോഹകോശ. അത് എഴുതിയത് ആരാണ്? സരകനാണ് എഴുതിയത്. ഇനി വജ്രയാന ബുദ്ധമതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രം ഓം മാനി പത്മാഹൂം ആണ്. വജ്രയാന ബുദ്ധമതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രം ഓം മാനി പത്മാഹൂം. ഇനി ബുദ്ധമതക്കാരുടെ ആരാധന കേന്ദ്രം പഗോഡ. ബുദ്ധമതക്കാരുടെ ആരാധന കേന്ദ്രം പഗോഡ. ബുദ്ധമതക്കാരുടെ ഗ്രന്ഥം ത്രിപീഠിക. ബുദ്ധമതക്കാരുടെ ഗ്രന്ഥം ത്രിപീഠിക. ബുദ്ധമത സന്യാസി സമൂഹം അറിയപ്പെടുന്നത് സംഘം എന്നാണ്. ബുദ്ധമത സന്യാസി സമൂഹം അറിയപ്പെടുന്നത് സംഘം എന്നാണ്. ബുദ്ധൻ സന്ദർശിക്കാത്ത ഏക ബുദ്ധമത കേന്ദ്രം മധ്യപ്രദേശിലെ സാഞ്ചിയാണ്. അപ്പോൾ ബുദ്ധൻ സന്ദർശിക്കാത്ത ഏക ബുദ്ധമത കേന്ദ്രം സാഞ്ചിയാണ്. അത് മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ബോധി വൃക്ഷം മുറിച്ചു മാറ്റിയ രാജാവ് ഗൗഡ രാജവംശത്തിലെ ശശാങ്ക രാജാവ്. ഗൗഡ രാജവംശത്തിലെ ശശാങ്ക രാജാവാണ് ബോധി വൃക്ഷം മുറിച്ചു മാറ്റിയ രാജാവ്. ബുദ്ധന്റെ പൂർവ്വജന്മത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതികളാണ് ജാതക കഥകൾ. ബുദ്ധന്റെ പൂർവ്വജന്മത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതികളാണ് ജാതക കഥകൾ. ജാതക കഥകളുടെ എണ്ണം 500. ജാതക കഥകളുടെ എണ്ണം 500. ബുദ്ധന് അവസാന അത്താഴം നൽകിയ വ്യക്തിയുടെ പേര് ചുണ്ട എന്നാണ്. ബുദ്ധന് അവസാന അത്താഴം നൽകിയ വ്യക്തിയുടെ പേര് ചുണ്ട എന്നാണ്. ബുദ്ധൻ നേരിട്ട് സംഘത്തിൽ ചേർത്ത അവസാനത്തെ ശിഷ്യൻ സുഭദ്രൻ. ബുദ്ധൻ നേരിട്ട് സംഘത്തിൽ ചേർത്ത അവസാനത്തെ ശിഷ്യനാണ് സുഭദ്രൻ. ഹിമാചൽ പ്രദേശിലെ ഒരു പ്രധാന ബുദ്ധമത കേന്ദ്രമാണ് ധർമ്മശാല. ഹിമാചൽ പ്രദേശിലെ ഒരു പ്രധാന ബുദ്ധമത കേന്ദ്രമാണ് ധർമ്മശാല. ഇനി ആധ്യാത്മിക അറിവിന്റെ ദേവതയായി അറിയപ്പെടുന്ന ബുദ്ധദേവത. ആധ്യാത്മിക അറിവിന്റെ ദേവതയായി അറിയപ്പെടുന്ന ബുദ്ധദേവതയാണ്
പ്രജന പരിമിത ആണ് ആധ്യാത്മിക അറിവിൻ്റെ ബുദ്ധദേവതയായി അറിയപ്പെടുന്നത്. ഇനി സിദ്ധാർത്ഥ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ഹെർമൻ ഹെസ്തയാണ് സിദ്ധാർത്ഥ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ്. അദ്ദേഹം ജർമ്മനിക്കാരനാണ്. ഇനി നാഗസേനൻ എഴുതിയ പ്രസിദ്ധമായ ബുദ്ധമത ഗ്രന്ഥമാണ് മിലിൻഡ പാൻഹോയാണ് നാഗസേനൻ എഴുതിയ ബുദ്ധമത ഗ്രന്ഥം. ഇനി ബുദ്ധനെക്കുറിച്ചുള്ള ആദ്യ ജീവചരിത്രം ബുദ്ധചരിത്രത്തിന്റെ കർത്താവ് അശ്വഘോഷൻ. ബുദ്ധചരിത്രത്തിന്റെ കർത്താവ് ആരാണ്? അശ്വഘോഷൻ. ഇനി ബുദ്ധമത സ്വാധീനം വ്യക്തമാക്കുന്ന സംഘകാല കൃതിയാണ് മണിമേഖല. ബുദ്ധമത സ്വാധീനം വ്യക്തമാക്കുന്ന സംഘകാല കൃതിയാണ് മണിമേഖല. ബുദ്ധമതത്തിന് സർവ്വവിജ്ഞാന കോശം എന്നറിയപ്പെടുന്നത് അഭിധർമ്മ കോശം. ബുദ്ധമതത്തിന് സർവ്വവിജ്ഞാന കോശം എന്നറിയപ്പെടുന്നത് അഭിധർമ്മ കോശ. ഇനി അഭിധർമ്മ കോശത്തിന്റെ കർത്താവ് ആരാണ്? വസുബന്ധു. അഭിധർമ്മ കോശത്തിന്റെ കർത്താവ് വസുബന്ധു. ഏഷ്യയുടെ പ്രകാശം എന്നറിയപ്പെടുന്നത് ശ്രീബുദ്ധനാണ്. ഏഷ്യയുടെ പ്രകാശം എന്ന് വിശേഷിപ്പിച്ചത് എഡ്വിൻ അർണോൾഡ്. ഏഷ്യയുടെ പ്രകാശം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? എഡ്വിൻ അർണോൾഡ് ആണ് ഏഷ്യയുടെ പ്രകാശം എന്ന് ശ്രീബുദ്ധനെ വിശേഷിപ്പിച്ചത്. ഇനി ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന കൃതിയുടെ കർത്താവ് എഡ്വിൻ അർണോൾഡ്. ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? എഡ്വിൻ അർണോൾഡ്. ലൈറ്റ് ഓഫ് ഏഷ്യ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് നാലപ്പാട്ട് നാരായണ മേനോൻ. ലൈറ്റ് ഓഫ് ഏഷ്യ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് നാലപ്പാട്ട് നാരായണ മേനോനാണ്. ഇനി പ്രച്ഛന്ന ബുദ്ധൻ ശങ്കരാചാര്യർ. രണ്ടാം ബുദ്ധൻ വസുബന്ധു ആണ് രണ്ടാം ബുദ്ധൻ എന്ന് പറയുന്നത്. ഇനി ആധുനിക ബുദ്ധൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. അപ്പോൾ ആധുനിക ബുദ്ധൻ ആരാണ്? ഡോക്ടർ ബി ആർ അംബേദ്കർ. ഇനി ബുദ്ധമത സമ്മേളനങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. ഒന്നാം ബുദ്ധമത സമ്മേളനം BC 483 ഒന്നാം ബുദ്ധമത സമ്മേളനം നടന്നത്. സ്ഥലം രാജഗ്രഹം എന്ന സ്ഥലത്ത് വെച്ചാണ് ഒന്നാം ബുദ്ധമത സമ്മേളനം നടന്നത്. അധ്യക്ഷൻ ആരാണ്? മഹാകശ്യപനാണ്. അതുപോലെ രാജാവ് അജാതശത്രു. ആ സമയത്തെ രാജാവായിരുന്നു അജാതശത്രു. സുക്തപീഠികയും വിനയപീഠികയും എഴുതപ്പെട്ടത് ഒന്നാം ബുദ്ധമത സമ്മേളനത്തിൽ വെച്ചാണ്. ഇനി രണ്ടാം ബുദ്ധമത സമ്മേളനം BC 383 രണ്ടാം ബുദ്ധമത സമ്മേളനം നടന്നത്. സ്ഥലം വൈശാലി. അധ്യക്ഷൻ സഭാകാമിയാണ്. അധ്യക്ഷൻ ആരാണ്? സഭാകാമിയാണ്. രാജാവ് കാലശോകനായിരുന്നു. ആ സമയത്തെ രാജാവ് ആരായിരുന്നു? കാലശോകനായിരുന്നു. രണ്ടാം ബുദ്ധമത സമ്മേളനത്തിൽ ആ സമയത്തുള്ള രാജാവ് കാലശോകൻ ആയിരുന്നു. ഇനി മൂന്നാം ബുദ്ധമത സമ്മേളനം BC 250 മൂന്നാം ബുദ്ധമത സമ്മേളനം നടന്നത്. സ്ഥലം പാടലിപുത്രമാണ്. അധ്യക്ഷൻ മൊഹാലിപുട്ട-ടീസയാണ് അധ്യക്ഷൻ. രാജാവ് അശോകൻ. ആ സമയത്തെ രാജാവ് ആരായിരുന്നു? അശോകൻ ആയിരുന്നു. അടുത്തത് അഭിധർമ്മ പീഠിക എഴുതപ്പെട്ടു. അപ്പൊ മൂന്നാം ബുദ്ധമത സമ്മേളനത്തിൽ വെച്ചാണ് അഭിധർമ്മ പീഠിക എഴുതപ്പെട്ടത്. അപ്പോൾ ഒന്നുകൂടെ പറയാം. BC 250 മൂന്നാം ബുദ്ധമത സമ്മേളനം നടന്നത്. സ്ഥലം പാടലിപുത്രം. അധ്യക്ഷൻ മൊഹാലിപുട്ട-ടീസ. രാജാവ് അശോകൻ. അഭിധർമ്മ പീഠിക എഴുതപ്പെട്ടു. ഇനി നാലാം ബുദ്ധമത സമ്മേളനം AD 72 നാലാം ബുദ്ധമത സമ്മേളനം നടന്നത്. സ്ഥലം കുണ്ടലവനം, കാശ്മീരിലാണ് നാലാം ബുദ്ധമത സമ്മേളനം നടന്നത്. അധ്യക്ഷൻ വസുമിത്രൻ. അധ്യക്ഷൻ ആരാണ്? വസുമിത്രൻ. ഇനി രാജാവ് കനിഷ്കൻ. ആ സമയത്തെ രാജാവായിരുന്നു കനിഷ്കനായിരുന്നു. ഇനി ബുദ്ധമതം ഹീനയാനമെന്നും മഹായാനമെന്നും രണ്ടായി പിരിഞ്ഞ സമ്മേളനമാണ് നാലാം ബുദ്ധമത സമ്മേളനം. ബുദ്ധമതം ഹീനയാനമെന്നും മഹായാനമെന്നും രണ്ടായി പിരിഞ്ഞത് നാലാം ബുദ്ധമത സമ്മേളനത്തിൽ വച്ചായിരുന്നു. ഇനി ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധവിഹാരമാണ് ലാസ. ടിബറ്റിലെ ലാസയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധവിഹാരം. ഇന്ത്യയിലെ പ്രധാന ബുദ്ധമത വിഹാരമാണ് അരുണാചൽ പ്രദേശിലെ തവാങ് ആണ് ഇന്ത്യയിലെ പ്രധാന
ബുദ്ധമത വികാരം. ഇനി ബുദ്ധ പ്രതിമകൾക്ക് പേരുകേട്ട ബാമിയൻ ഏതു രാജ്യത്താണ്? അഫ്ഗാനിസ്ഥാൻ. ബുദ്ധ പ്രതിമകൾക്ക് പേരുകേട്ട ബാമിയൻ ഏതു രാജ്യത്താണ്? അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധമത വിശ്വാസികൾ ഉള്ള സംസ്ഥാനം മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധമത വിശ്വാസികളുള്ള സംസ്ഥാനം മഹാരാഷ്ട്ര. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധമത അനുയായികളുള്ള ജില്ല മലപ്പുറം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധമത അനുയായികളുള്ള ജില്ല മലപ്പുറം. കേരളത്തിൽ ഏറ്റവും കുറവ് ബുദ്ധമത അനുയായികളുള്ള ജില്ലയാണ് വയനാട്. കേരളത്തിൽ ഏറ്റവും കുറവ് ബുദ്ധമത അനുയായികളുള്ള ജില്ലയാണ് വയനാട്. ഇനി ലോകത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധമത അനുയായികളുള്ള രാജ്യം ചൈന. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധമത അനുയായികളുള്ള രാജ്യം ചൈനയാണ്. ഇനി ബുദ്ധമത കാല വിദ്യാഭ്യാസത്തിന്റെ സവിശേഷതകളാണ് പറയാൻ പോകുന്നത്. ഒന്നാമത് സാർവത്രിക വിദ്യാഭ്യാസം. ബുദ്ധ വിദ്യാ കേന്ദ്രങ്ങളിൽ എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും പ്രവേശനം ഉണ്ടായിരുന്നു. ഈ കാലഘട്ടങ്ങളിൽ സ്ത്രീകളെ വിഹാരങ്ങൾ പ്രവേശിപ്പിച്ചിരുന്നു. അക്കാലത്താണ് സ്ത്രീ വിദ്യാഭ്യാസം ഏറ്റവും അധികം പുരോഗതി കൈവരിച്ചത്. സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക വിഹാരം സ്ഥാപിച്ചിരുന്നു. അപ്പോൾ ഒന്നുകൂടെ പറയാം. സാർവത്രിക വിദ്യാഭ്യാസം. ബുദ്ധ വിദ്യാ കേന്ദ്രങ്ങളിൽ എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും പ്രവേശനം ഉണ്ടായിരുന്നു. ഈ കാലഘട്ടങ്ങളിൽ സ്ത്രീകളെ വിഹാരങ്ങളിൽ പ്രവേശിപ്പിച്ചിരുന്നു. അക്കാലത്താണ് സ്ത്രീ വിദ്യാഭ്യാസം ഏറ്റവും അധികം പുരോഗതി കൈവരിച്ചത്. സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക വിഹാരം സ്ഥാപിച്ചിരുന്നു. ഇനി ബുദ്ധ സംഘങ്ങൾ. ബുദ്ധമത കാല വിദ്യാഭ്യാസം ഗുരുകുല സമ്പ്രദായം വിട്ട് സംഘടിത വിദ്യാഭ്യാസത്തിന് സ്വഭാവം കൈവരിച്ചു. ബുദ്ധമത വികാരങ്ങളിലൂടെയും മഠങ്ങളിലൂടെയുമാണ് ഭാരതത്തിൽ ബുദ്ധ ദർശനം പ്രചരിപ്പിച്ചത്. ഈ സ്ഥാപനങ്ങൾ സംഘങ്ങൾ എന്നറിയപ്പെട്ടു. സംഘങ്ങളിലൂടെയാണ് വിദ്യാഭ്യാസം നൽകിപ്പോന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം. ബുദ്ധ സംഘങ്ങൾ. ബുദ്ധമത കാല വിദ്യാഭ്യാസം ഗുരുകുല സമ്പ്രദായം വിട്ട് സംഘടിത വിദ്യാഭ്യാസത്തിന്റെ സ്വഭാവം കൈവരിച്ചു. ബുദ്ധമത വികാരങ്ങളിലൂടെയും മഠങ്ങളിലൂടെയുമാണ് ഭാരതത്തിൽ ബുദ്ധ ദർശനം പ്രചരിപ്പിച്ചത്. ഈ സ്ഥാപനങ്ങൾ സംഘങ്ങൾ എന്നറിയപ്പെട്ടു. സംഘങ്ങളിലൂടെയാണ് വിദ്യാഭ്യാസം നൽകി പോന്നത്. ഇനി പബജ. പബജയെ കുറിച്ച് പറയാം. പുറത്തേക്ക് പോകുക എന്ന അർത്ഥമാണ് പബജ എന്ന പദത്തിന്. എന്താണ് പബജ? പുറത്തേക്ക് പോകുക എന്ന അർത്ഥമാണ് പബജ എന്ന പദത്തിന്. സംഘത്തിൽ ചേരാൻ വേണ്ടി കുട്ടി വീട് വിട്ട് പുറത്തു പോകുന്നതിൻ്റെ സൂചനയാണ് പബജ ആചാരം. അപ്പോൾ എന്താണ്? സംഘത്തിൽ ചേരാൻ വേണ്ടി കുട്ടി വീട് വിട്ട് പുറത്തു പോകുന്നതിൻ്റെ സൂചനയാണ് പബജ ആചാരം. 8ാം വയസ്സിലാണ് ഇത് ചടങ്ങ് നടത്തിപ്പോകുന്നത്. 8ാം വയസ്സിലാണ് പബജ എന്ന ചടങ്ങ് നടത്തുന്നത്. ഈ ചടങ്ങിൽ വെച്ച് കുട്ടി തല മുണ്ടനം ചെയ്ത് പീതവസ്ത്രം ധരിച്ചു പോന്നു. ഈ ചടങ്ങിൽ വെച്ചാണ് കുട്ടി തല മുണ്ടനം ചെയ്ത് പീതവസ്ത്രം ധരിക്കുന്നത്. ഗുരുവായ ബുദ്ധ സന്യാസിയുടെ പാദത്തിൽ സാഷ്ടാംഗ നമസ്കാരം ചെയ്യണം. എന്നിട്ട് ചമ്രം പിടഞ്ഞിരുന്ന് 3 ചരണങ്ങൾ പ്രതിജ്ഞയെടുക്കണം. ബുദ്ധം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി എന്നിങ്ങനെ പറയണം. അതിനുശേഷം കുട്ടി 10 നിയമങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥനാകുന്നു. ഇതാണ് പബജ എന്ന ആചാരം. ബുദ്ധ വിദ്യാഭ്യാസം അവസാനിക്കുന്ന പ്രായം 20 വയസ്സ്. ബുദ്ധ വിദ്യാഭ്യാസം അവസാനിക്കുന്ന പ്രായം 20 വയസ്സാണ്. അതായത് പബജ അവസാനിക്കുന്ന വയസ്സാണ് പറയുന്നത്. ഇനി ഈ ചടങ്ങിന് ശേഷം പഠിതാവ് ശ്രമണൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ ചടങ്ങിന് ശേഷം പഠിതാവ് ശ്രമണൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി 20ാം വയസ്സിൽ ഉപസമ്പാദന എന്ന ചടങ്ങ് നടത്തിപ്പോന്നു. 20ാം വയസ്സിൽ ഉപസമ്പാദന എന്ന ചടങ്ങ് നടത്തിപ്പോന്നു. ബുദ്ധ വിദ്യാഭ്യാസം അവസാനിക്കുന്ന ചടങ്ങ് ആണ് ഉപസമ്പാദന. ബുദ്ധ വിദ്യാഭ്യാസം അവസാനിക്കുന്ന ചടങ്ങാണ് ഉപസമ്പാദന. ഉപസമ്പാദന ചടങ്ങ് കഴിഞ്ഞാൽ ബുദ്ധ സന്യാസിയെ ഭിക്ഷു എന്നും സന്യാസിനിയെ ഭിക്ഷുണി എന്നും വിളിച്ചു പോന്നു. അപ്പോൾ എന്താണ്? ഉപസമ്പാദന ചടങ്ങ് കഴിഞ്ഞാൽ ബുദ്ധ സന്യാസിയെ ഭിക്ഷു എന്നും സന്യാസിനിയെ ഭിക്ഷുണി എന്നും വിളിച്ചു പോന്നു. ഇനി മൊത്തം വിദ്യാഭ്യാസ കാലം 22 വർഷമാണ്. മൊത്തം വിദ്യാഭ്യാസ കാലം 22 വർഷമായിരുന്നു. പബജയ്ക്ക് ശേഷം 12 വർഷവും ഉപസമ്പാദനയ്ക്ക് ശേഷം 10 വർഷവും. ഇനി പാഠ്യപദ്ധതി. ഈ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ പാഠ്യപദ്ധതി സമഗ്രഹം ആയിരുന്നു. മതധർമ്മങ്ങൾ, ദർശനം, അതീന്ദ്രശാസ്ത്രം, യുക്തിവാദം, വൈദ്യശാസ്ത്രം, ഭരണനിർവഹണം തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. പാഠ്യക്രമം 2 തരത്തിലായിരുന്നു, ആത്മീകവും ഭൗതികവും. ഭാഷണ രീതിയിലാണ് ബോധനത്തിന് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ എന്താണ് പാഠ്യപദ്ധതി? ഈ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ പാഠ്യപദ്ധതി സമഗ്രമായിരുന്നു. മതധർമ്മങ്ങൾ, ദർശനം, അതീന്ദ്ര
അതീന്ദ്രിയ ശാസ്ത്രം, യുക്തിവാദം, വൈദ്യശാസ്ത്രം, ഭരണനിർവഹണം തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ പാഠ്യക്രമം 2 തരത്തിലായിരുന്നു. ആത്മീകവും ഭൗതികവുമായിട്ട് 2 തരത്തിലാണ്. പിന്നെ ഭാഷണ രീതിയിലാണ് ബോധനത്തിന് ഉപയോഗിച്ചിരുന്നത്. പാലിയായിരുന്നു ബോധന മാധ്യമം. ഇനി ഡിസംബർ 8 ബോധിദിനം ലോകമെമ്പാടുമുള്ള ബുദ്ധമത അനുകൂലികൾ ആഘോഷിക്കുന്നു. അപ്പോൾ ഡിസംബർ 8 ബോധിദിനം ലോകമെമ്പാടുമുള്ള ബുദ്ധമത അനുകൂലികൾ ആഘോഷിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള കമൻസ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.